Good evening. Good evening, miss. Good evening. Good evening. Good evening. So, okay, we can start with our silent prayer. If no one is ready to give the prayer, we can have one silent prayer. Okay. Okay, fine. അപ്പൊ നിങ്ങളെ റെക്കോർഡ് എവിടം വരെ എഴുതി കഴിഞ്ഞു? ലാംഗ്വേജ് അപ്പാരറ്റസില് 4ാമത്തെ പോയിന്റ് വരെ എഴുതി. മൂവബിൾ, ലാർജ്, സ്മോൾ ആൻഡ് കർസീവ് ലെറ്റേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സ് വരെയാണ് എഴുതിയത്. സ്ക്രോൾ ചെയ്തിട്ടോ. നമുക്കിതൊന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ എഴുതിയിട്ടല്ലേ ഉള്ളൂ. സോ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എഴുതി അല്ലെ? സോ അത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ബൈനോമിയൽ ക്യൂബ്സും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് പറഞ്ഞു. ട്രൈനോമിയൽ ക്യൂബ്സ് പറഞ്ഞു. ടച്ച് ടാബ്ലറ്റ്സും ടച്ച് മാപ്പിക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റ്സ് ഇതും പറഞ്ഞതല്ലേ? സൗണ്ട് സിലിണ്ടേഴ്സ് ഓൾസോ, പ്രഷർ സിലിണ്ടേഴ്സ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ് എനിക്ക് തോന്നുന്നു അതാണ് ഇനി പറയേണ്ടത്. ശരിയാണോ? ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡ് നിൽക്കട്ടെ. ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ്. ഇതില് എന്റെ പിക്ചർ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ്. ഈ താഴെ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചു വെക്കണം. ഞാനത് പറയാം എങ്ങനെയാ വരയ്ക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ക്യാബിൻ പോലെയാണ്. അതിന് 7 ഡ്രോയേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 7 ഡ്രോയേഴ്സ് ഉണ്ടാവും. ഡിഫറെന്റ് ഷേപ്സിലാണ്. ഈ ഓരോ ഡ്രോയറിനകത്തും അത് ഡിഫറെന്റ് ഷേപ്സിലാണ്. അപ്പൊ ഡ്രോയർ 1 നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് സർക്കിൾസ് ആണ്. 6 നമ്പേഴ്സിന്റെ സർക്കിൾസ്. ഡയമീറ്ററിന്റെ വേരിയേഷൻസ് 5 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിതൊരു ക്യാബിനറ്റ് ആണ്. ആ ക്യാബിനകത്ത് 7 ഡ്രോയേഴ്സ് ഉണ്ടാകും. ഓരോ ഡ്രോയറിലും ഡിഫറെന്റ് ഷേപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ഡ്രോയർ 1 വരുന്നത് ഡിഫറെന്റ് സർക്കിൾസ് ആണ്. 6 സർക്കിൾസ് ഉണ്ടാവും. ആ 6 സർക്കിൾസ് 5 സെന്റിമീറ്റർ തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ വരെ. അപ്പൊ നമുക്ക് നമ്മളുടെ റെക്കോർഡ് ബുക്കില് 5 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ളത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? ഇത്രയും വലുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കില്ലേ, സ്കെയിൽ എടുത്തിട്ട് ഗ്രാഫ് ഒക്കെ വരയ്ക്കില്ലേ, ആ രീതിയിൽ ഒരു സ്കെയിലിംഗ് മെത്തേഡില് ഡിഫറെന്റ് ആയിട്ട്
സർക്കിൾസ് വരയ്ക്കുക 6 അതാണ് താഴെ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? നമുക്ക് 7 ഡ്രോ ഉണ്ട്. ഓരോ ഡ്രോയിലും ഓരോ ഷേപ്പ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഡ്രോയർ 1-നകത്ത് 6 സർക്കിൾസ് ആണ്. ഈ 6 സർക്കിൾസ് 5 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെ ആയിരിക്കും. 5, 6, 7, 8, 9, 10 അങ്ങനെ 6 നമ്പേഴ്സിന് സർക്കിൾസ് ഉണ്ടാവും. ഏറ്റവും ചെറുതിന്റെ ഡയമീറ്റർ 5 സെന്റിമീറ്റർ, ഏറ്റവും വലുതിന്റെ 10 സെന്റിമീറ്റർ, അങ്ങനെ 6. അത് ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഈ പിക്ചർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിഫറെന്റ് സർക്കിൾസ് അതൊന്ന് വരച്ചു വെക്കുക. വേണമെങ്കിൽ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3, 4, 5, 6 ആ രീതിയിൽ എന്താ പറയാ ഡയമീറ്റർ റേഡിയസോ എടുത്തിട്ട് വരയ്ക്കുക. നമ്മുടെ റെക്കോർഡിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു വലിപ്പം. ഞാനിത് എത്രയാ വരച്ചിരിക്കണേന്ന് സ്കെയിലുണ്ടോ കേട്ടോ, എനിക്ക് വലിയ ഓർമ്മയില്ല എത്രയാ ഞാൻ സ്കെയിൽ എടുത്തിരിക്കുന്നതെന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം. റഫായിട്ട് നമ്മള് അതിങ്ങനെ വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിൽ വരച്ചു വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് ഫസ്റ്റ് ഡ്രോയിലുള്ളത്. അങ്ങനെ നമുക്ക് 7 ഡ്രോയേഴ്സ് ആണ്. ഈ സർക്കിൾ മാത്രം വരയ്ക്കുക. പിക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമല്ലോ, അത് ഒട്ടിച്ചാൽ മതി. മനസ്സിലായോ? ഇതൊരു ക്യാബിനറ്റ് ആണ്. അതിൽ 7 ഡ്രോ ഉണ്ട്. ഓരോ ഡ്രോയിലും ഓരോ ഷേപ്പ് ആണ്, ജോമെട്രിക്കൽ ഷേപ്പ് ആണുള്ളത്. അപ്പൊ നമ്മളുടെ ഡ്രോയർ 1 നമുക്ക് സർക്കിൾസ് ആണ്, 6 ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള സർക്കിൾസ്. അതിന്റെ മെഷർമെന്റ് 5 തുടങ്ങി 10 സെന്റിമീറ്റർ വരെയാണ്. പക്ഷെ നമുക്ക് അത്രയുമുള്ള സർക്കിൾ നമ്മളുടെ റെക്കോർഡിന്റെ ഇതുപോലെ ഒരു സൈഡിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡയമീറ്റർ വരും, അത്രയും വലിപ്പം വരും. അപ്പൊ നമ്മൾ അതിനെ ഗ്രാഫ് ഒക്കെ ചെയ്യുന്ന പോലെ, ഗ്രാഫിൽ നമ്മൾ അങ്ങനെയല്ലേ 1 മീറ്ററിന് പകരം 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്ററിന് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിംഗ് മെത്തേഡിലാണല്ലേ ഗ്രാഫിൽ വരയ്ക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡിഫറെന്റ് ഡയമീറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കുറഞ്ഞ് ഒരേ റേറ്റിൽ കുറയുന്ന രീതിയിലുള്ള സർക്കിൾസ് വരച്ചാൽ മതി. നെക്സ്റ്റ് ഡ്രോയർ നമ്പർ 2 ആണ്. 2-ല് എഴുതിയത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കണമെങ്കിൽ വെച്ചിട്ട്. ഇതില് 2-ലും 6 ഷേപ്സ് ആണ്. ഈ 6 ഷേപ്പില് 1 സ്ക്വയർ 5 റെക്ടാംഗിൾ ആ രീതിയിലാണ് 2-ല് വരുന്നത്. Their base length differs from 5 centimeter to 10 centimeter. Height is the same for all the rectangles. ഇവിടെ ഇതിനകത്ത് 6 ഷേപ്സ് ആണുള്ളത്. ഒരു സ്ക്വയറും ബാക്കി 5 റെക്ടാംഗിൾസ്. ഫസ്റ്റ് ഡ്രോയിൽ 6 റെക്ടാംഗിൾസ് ആയിരുന്നു. 5 സെന്റിമീറ്റർ തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ വരെയും ഡിഫറൻസിലാണ് അത് പോകുന്നത്. ഹൈറ്റ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റെക്ടാംഗിളിന്റെ കേട്ടോ. ലെങ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതേസമയം ആ വിഡ്ത്ത്, റെക്ടാംഗിളിന്റെ 2 ഡയമെൻഷൻസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ അതിന് ഹൈറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്ക്വയറും ഒരു റെക്ടാംഗിളും നമുക്ക് വരച്ച് വെക്കാം ഇഷ്ടമുള്ള മെഷർമെന്റില്. അതിലുള്ള ഷേപ്പ് ഏതാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്വയറും റെക്ടാംഗിളും വരച്ചു വെക്കാം. ഇതുപോലെ എങ്ങനെയാണ് സ്ക്വയർ, എങ്ങനെയാണ് റെക്ടാംഗിൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ക്വയർ നമുക്കറിയാം 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. റെക്ടാംഗിൾ 2 സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലെ. ഇവിടെ ഇതാണ് ബേസ് ലെങ്ത്, ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്നുള്ള രീതിയിൽ പോകുന്നത്. അങ്ങനെ സ്ക്വയറും റെക്ടാംഗിളും ആ ഷേപ്പ് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമുക്ക് വരച്ചു വെക്കാം. ഇതില് ബേസ് ലെങ്ത് ഡിഫേഴ്സ് ഫ്രം 5 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ സ്ക്വയർ 5 സെന്റിമീറ്ററിന്റെ വരച്ചു വെച്ചു ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഫസ്റ്റ് റെക്ടാംഗിള് ലെങ്ത് 5 സെന്റിമീറ്റർ, ഹൈറ്റും 5 സെന്റിമീറ്റർ കൊടുക്കാം. നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ 6 സെന്റിമീറ്റർ ലെങ്ത് ആകും, പക്ഷെ ആ ഹൈറ്റ് അഗെയിൻ 5 സെന്റിമീറ്റർ. ഹൈറ്റ് മാറാതെ നിൽക്കുന്നു. ഹൈറ്റ് എപ്പോഴും ഒരേപോലെ തന്നെ. ഈ 5 റെക്ടാംഗിളിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, ഇവിടെ ഹൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, അത് സെയിം ആയിട്ട് തന്നെ നിൽക്കും. ലെങ്ത് ഇങ്ങനെ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. 6 തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ, 6, 7, 8, 9, 10 5 റെക്ടാംഗിൾസ് അല്ലേ ഉള്ളൂ. അപ്പൊ 5 മെഷർമെന്റ്.
ഫസ്റ്റ് സ്ക്വയറിന് ഇപ്പൊ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി ആ ഒരു ബേസ് ലെങ്ത് 6 തുടങ്ങി 10 വരെ മാറാം. അപ്പൊ ആദ്യം ഒരു സ്ക്വയർ, പിന്നെ 5 റെക്ടാങ്കിൾസ് ഇങ്ങനെ വരും. വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഹൈറ്റ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് സെയിം ആയിരിക്കും റെക്ടാങ്കിൾസിൽ. ഡ്രോയർ 1 സർക്കിൾ ആയിരുന്നു, ഡ്രോയർ 2 ഒരു സ്ക്വയറും 5 റെക്ടാങ്കിൾസും. അതിലും 6 നമ്പേഴ്സ് ആണ് ടോട്ടൽ. ഈ ഒരു സ്ക്വയറും 5 റെക്ടാങ്കിൾസും കൂടെ ചേർന്ന് 6 നമ്പേഴ്സ് ആണ് അതിൽ വരുന്ന ഷേപ്പ്. ഇനി ഡ്രോ 3, ഡ്രോ 3 ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആണ്, അതും 6 നമ്പേഴ്സ് ആണുള്ളത്. ഡ്രോ 3 ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആണ്, അതും 6 നമ്പേഴ്സ് ആണ്. അത് വരച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. എന്തോ സെക്കൻഡ് ഡ്രോയറില് ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കി റെക്ടാങ്കിൾസ്. അതെന്താ അങ്ങനെ? എന്തെങ്കിലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോമെട്രിക്കൽ ക്യാബിനറ്റ്സിൽ നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് എല്ലാം ഒരേ വലുപ്പമാണ്. അപ്പൊ ഇതിനകത്ത് ഓരോ ക്യാബിനറ്റിലും നമുക്ക് 6 ഷേപ്സേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്താ ക്വാഡ്രിലേറ്ററിന്റെ സെഷനിൽ ഒരു സ്ക്വയറിനെയും ഒരു റെക്ടാങ്കിൾ, ബാക്കി എല്ലാം റെക്ടാങ്കിൾസ് വെച്ചിരിക്കുന്നു. സ്ക്വയറിനെ സംബന്ധിച്ച് ഒരു ഐഡിയ അവർക്ക് കിട്ടി, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ബട്ട് റെക്ടാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും ലെങ്ത് മാത്രം, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഈക്വൽ, ബ്രെഡ്ത്ത് മാത്രം 2 പാരാമീറ്റേഴ്സ് ഉണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷെ റെക്ടാങ്കിൾ 2 സൈഡ്സ് ആണ് ഈക്വൽ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് റെക്ടാങ്കിളിന്റെ പേര് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, അങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് 8 ഡ്രോയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു ഡ്രോയറിൽ സ്ക്വയർ മാത്രം വെച്ചിട്ട് പല പല ഷേപ്സിലുള്ള സ്ക്വയർ ആക്കാമായിരുന്നു. എന്താണ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എനിക്കറിയില്ല, ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഷേപ്സ് ഇവർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയർ 3 ട്രയാങ്കിൾസ് ആണ്, ഡിഫറെന്റ് ട്രയാങ്കിൾസ്, 6 നമ്പേഴ്സിൽ വരുന്ന ട്രയാങ്കിൾസ് അതിന്റെ പിക്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് ട്രയാങ്കിളിന്റെ ബേസിക്, ഇപ്പൊ നമ്മള് മാത്സ് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു വരുമ്പോൾ, സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ട്രയാങ്കിളിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ നമുക്കറിയാം. പക്ഷെ കുട്ടികൾക്ക് അത്രത്തോളം അത് വന്നിട്ടില്ല. ബട്ട് വി ക്യാൻ ജസ്റ്റ് മേക്ക് ദം അവെയർ ദാറ്റ് ഇഫ് 2 sides are equal, then there is a specific name for it. If all the 3 sides are equal, then there is also specific name for it. അപ്പൊ അവരുടെ ഏജിനനുസരിച്ച് നമുക്ക് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഈ ഷേപ്സ് എല്ലാം ഇവരെ ഫെമിലറൈസ് ചെയ്യിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സറൗണ്ടിങ്സിലേക്ക് നോക്കുമ്പോൾ ഇവർക്ക് പല നാച്ചുറൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെയാണ് പിന്നെ അവര് തന്നെ ഡിസ്കവർ ചെയ്യുന്നു ഗെയിംസ്, ലൈക്ക് അവരവരുടെ ഫിംഗേഴ്സ് വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അതാണ് ജോമെട്രിക്കൽ ഷേപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് തോന്നി ചെറിയ ഏജിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാ അവർക്ക് ഇതിനൊരു ഐഡിയ കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ഐഡിയ, അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ബട്ട് നമ്മൾ അവരെ കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഓരോ ട്രയാങ്കിളിന്റെയും പേര് മനസ്സിലാകും, അതിന്റെ ഓരോന്നിന്റെ ഫീച്ചേഴ്സും അവർക്ക് മനസ്സിലാകും. ഇതിൽ നമ്മൾ 6 ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആണ് ഈ ഒരു ഡ്രോയർ 3 വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ട്രയാങ്കിൾസിലേക്ക് പോകുമ്പോൾ ബേസിക് ട്രയാങ്കിൾസ് എന്താന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? നമ്മൾക്കൊന്നും അറിയണം. അക്യൂട്ട് ട്രയാങ്കിൾ നമുക്കറിയാം. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. നമുക്കറിയാം ബേസിക് ആയിട്ട് ട്രയാങ്കിളിനെ സംബന്ധിക്കുന്ന മാത്സ് നമുക്കറിയാം. എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും അത് 180 ഡിഗ്രി ആയിരിക്കണം ഒരു ട്രയാങ്കിളിൽ, അല്ലെ? 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അക്യൂട്ട് ട്രയാങ്കിളില് എല്ലാ ആംഗിൾസും 90യേക്കാൾ കുറവായിരിക്കും. ഇത് ബേസിക് ആയിട്ട് ട്രയാങ്കിളിന്റെ ആ ഒരു ഫീച്ചർ സാറ്റിസ്ഫൈ ചെയ്യും. 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 180 ഡിഗ്രി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആംഗിൾ മാത്രം 90യേക്കാൾ കൂടുതൽ വരും, അതാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം 90യേക്കാൾ കൂടുതലായിട്ട് വരും. ഐസോസ്ലസ് ട്രയാങ്കിൾ നമുക്കറിയാം, 2 സൈഡ്സ്, ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണ് ഐസോസ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സ്കേലിയൻ ട്രയാങ്കിൾ
മൂന്ന് സൈഡ്സും മൂന്ന് ആംഗിളും ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് സ്കേലിയൻ എന്ന് പറയുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മൂന്ന് സൈഡ്സും മൂന്ന് ആംഗിൾസും ഈക്വൽ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. രണ്ട് സൈഡ്സ് ഈക്വൽ മാത്രമല്ല, ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. നമ്മൾ പഠിച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. അക്യൂട്ട് ട്രയാങ്കിൾ പിക്ചേഴ്സ് ഒന്നുകൂടെ കാണിക്കാം. അക്യൂട്ട് പിക്ചർ ഒക്കെ ഇതാണ് അക്യൂട്ട് ട്രയാങ്കിൾ, അക്യൂട്ട് ഐസോസെലസ്. ഇത് ഞാൻ വരച്ചേക്കുന്നത് ഞാൻ പറയാം. ഇപ്പം ജനറലി ഉള്ളത് അക്യൂട്ട് ട്രയാങ്കിൾ എല്ലാ ആംഗിൾസും ലെസ് ദാൻ 90 ഡിഗ്രി. രണ്ടാമത് വന്നത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സൈഡ്സ് ഈക്വൽ. സ്ക്രീനിന്റെ മുകളില് ഒരു ഇത് വന്ന് കിടക്കുന്നത്, അതൊന്ന് ക്രോസ് ചെയ്യും. ഏതാണ്? വർക്ക് ഇസ് ബീങ് സിൻസ്ഡ്. ഓക്കെ, അത് മറക്കായിരുന്നു, കാണുന്നില്ലായിരുന്നു. മനസ്സിലായി. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ അത് കാണുന്നുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് acute triangle. Acute triangle, all the three angles are less than 90 degree. Obtuse triangle, ഒരു ആംഗിൾ greater than 90 degree ആയിരിക്കും. Isosceles triangle, two sides equal. Similarly, ആ two sidesന്റെ opposite angles ഈക്വൽ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഡബിൾ പാരലൽ ലൈൻസ് വെച്ചിരിക്കുന്നുണ്ടോ. മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്, മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ ഈക്വലിന്റെ കാണിക്കാൻ ഇതുപോലെ ടു കർവ്ഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 1, 2, 3 ഡിഫറെന്റ് ആണ് മൂന്ന് സൈഡ്സ് കാണിക്കാനാട്ടോ. ഓരോ ഒരു വര, പിന്നെ 2 ലൈൻസ്, പിന്നെ 3 ലൈൻസ് ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്, ബേസിക് ആയിട്ട് പറഞ്ഞത്, അക്യൂട്ട് ട്രയാങ്കിൾ എല്ലാ ആംഗിൾസും 90യേക്കാൾ ചെറുതായിരിക്കും. എല്ലാ ആംഗിൾസും 3 ആംഗിൾസ്. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ഒരു ആംഗിൾ മാത്രം മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ ടു സൈഡ്സ് ഈക്വൽ. അതിന്റെ ഒപ്പം തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ ഈക്വൽ ടു സൈഡ്സും ഈക്വൽ ആയിരിക്കും. സ്കേലിയൻ ട്രയാങ്കിൾ മൂന്ന് സൈഡും മൂന്ന് ആംഗിളും ഡിഫറെന്റ് ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ദ 3 സൈഡ്സും 3 ആംഗിൾസും ഈക്വൽ ആണ്. ഡിഫറെന്റ് 6 ട്രയാങ്കിൾസ്. ആ ഡ്രോയറിൽ വരുന്ന 6 ട്രയാങ്കിൾസ്, മൂന്നാമത്തെ ഡ്രോയറിൽ വരുന്ന 6 ട്രയാങ്കിൾസ് പറയുന്നത് ഒബ്റ്റ്യൂസ് സ്കേലിയൻ കോമ്പിനേഷൻ ആണ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി ആണ്. ഒബ്റ്റ്യൂസ് പ്ലസ് സ്കേലിയൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്കേലിയന്റെ ഫീച്ചേഴ്സ് എന്താ, ഓൾ ദ 3 സൈഡ്സ് ഡിഫറെന്റ്. അതാണ് ഫസ്റ്റ് വൺ. ഇത് ഒബ്റ്റ്യൂസ് സ്കേലിയൻ ആ ഡ്രോയറിൽ നമുക്കുള്ള ഒരെണ്ണം. അപ്പൊ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി. സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ 3 സൈഡ്സ് ഡിഫറെന്റ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരുന്ന ഒബ്റ്റ്യൂസ് സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90യേക്കാൾ കൂടുതൽ, ദ 3 സൈഡ്സ് ഡിഫറെന്റ്. ക്ലിയർ ആയോ? ബേസിക് ആയിട്ട് ട്രയാങ്കിളിന്റെ 5 ട്രയാങ്കിൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് അക്യൂട്ട് ട്രയാങ്കിൾ, എല്ലാ ആംഗിൾസും 90യേക്കാൾ കുറവ്. സെക്കൻഡ് വൺ പറഞ്ഞത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ മാത്രം 90യേക്കാൾ കൂടുതൽ. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ. സിമിലർലി ആ 2 സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും 3 ആംഗിളും ഡിഫറെന്റ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡും 3 ആംഗിളും ഈക്വൽ. ഇനി നമുക്ക് നമ്മളുടെ ഡ്രോയറിലുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്റ്റ്യൂസ് സ്കേലിയൻ ആണ് ഫസ്റ്റ് വൺ. അത് നമുക്കറിയാം. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി. ഈ ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, സ്കേലിയൻ എന്നും കൂടെ വന്നു കഴിയുമ്പോൾ 3 സൈഡ്സ് ഡിഫറെന്റ് ആണ് ഫസ്റ്റ് ട്രയാങ്കിൾ ആ ഡ്രോയറിലുള്ളത്. നെക്സ്റ്റ് വൺ റൈറ്റ് ആംഗിൾ സ്കേലിയൻ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സ്കേലിയൻ ആണ്. ദാറ്റ് മീൻസ് 3 സൈഡ്സ് ഡിഫറെന്റ് അല്ലെ. റൈറ്റ് ആംഗിളുമാണ്, 3 സൈഡ്സ് ഡിഫറെന്റുമാണ്. അതാണ് റൈറ്റ് ആംഗിൾ സ്കേലിയൻ ട്രയാങ്കിൾ. ഓക്കെ, സെക്കൻഡ് വൺ. നെക്സ്റ്റ്
ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്കറിയാം ഈസിയാണ്. 3 സൈഡ്സും ഈക്വൽ, 3 ആംഗിൾസും ഈക്വൽ. 3 ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണമെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോ മൂന്നാമത്തെ ഡ്രോയറിലെ മൂന്നാമത്തെ ട്രയാങ്കിൾ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ ഒബ്റ്റ്യൂസ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 90 ഡിഗ്രി. യെസ്, അത് മോർ ദാൻ 90 ഡിഗ്രി എന്നാണ് എഴുതാൻ. 98 അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, 90 ഡിഗ്രി എന്നാണ്. ഇത് നിങ്ങൾ വരച്ചിരുന്നോ ക്ലാസ്സിൽ? ഞാൻ ഈ പേജ് റഫായിട്ടൊന്ന് വരച്ച് വെക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയിട്ട് ഒന്ന് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ റഫായിട്ടൊന്ന് വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ. ഒബ്റ്റ്യൂസ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒബ്റ്റ്യൂസ് ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി, പിന്നെ ഐസോസിലസ് ആണ് എന്ന് പറഞ്ഞാൽ സൈഡ്സ് ഈക്വൽ. അപ്പൊ നമുക്ക് 2 സൈഡ്സ് ഈക്വൽ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് 2 സൈഡ്സ് ഇത് മാർക്ക് ചെയ്തത്? ഡിഗ്രി ആയിരിക്കും, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത എന്താ? ഏത് ഈക്വൽ സൈഡ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ വരണം. അപ്പൊ നമ്മൾ ഈ 2 സൈഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ മോർ ദാൻ 90. ഒരു ആംഗിൾ മോർ ദാൻ 90 ആണെങ്കിൽ മറ്റേത് രണ്ടും എന്തായാലും 90യേക്കാൾ കൂടില്ല. കാരണം എന്താ? ടോട്ടൽ 180 അല്ലേ ഉള്ളൂ. ഇത് 100 ആന്ന് വിചാരിക്കുക, മോർ ദാൻ 90 എന്നുള്ളത് ഇത് 100 ആന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 80 അല്ലേ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന് ഈക്വൽ ആയിട്ട് വേറൊരു ആംഗിൾ വരില്ല ഈ ഒരു ആംഗിളിന്. അപ്പൊ നമുക്ക് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും വേറൊരു സൈഡും കൂടി ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഈ ആംഗിൾ ആ 2 ഈക്വൽ സൈഡിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ കോർണറിൽ വരും, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇത് വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി, ഐസോസിലെന്നും കൂടെ അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ 2 സൈഡ് ഈ നമ്മളുടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ഇല്ലേ മോർ ദാൻ 90യുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കും, ലെഫ്റ്റും റൈറ്റും വരുന്നതായിരിക്കും ആ ഈക്വൽ സൈഡ്സ്. എന്നാലാണ് ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഒബ്റ്റ്യൂസ് ഐസോസിലസ് ട്രയാങ്കിൾ അത്. അടുത്തത് അക്യൂട്ട് ഐസോസിലസ് ട്രയാങ്കിൾ ആട്ടോ. അക്യൂട്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? എല്ലാ 3 ആംഗിൾസും 90യേക്കാൾ കുറവായിരിക്കും. ഇനി ഐസോസിലസിന്റെ പ്രത്യേകത എന്താ? 2 സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ നമുക്ക് ആംഗിൾ മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിക്കാം. ഓക്കെ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇത് 45 ആണെന്ന് വിചാരിക്കാം, ഇത് രണ്ടും 45 ആണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഈക്വൽ. ദാറ്റ് മീൻസ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ആയിരിക്കും ഈക്വൽ സൈഡ്സ്. ഇത് രണ്ടും 45 ആയ ശരിയാവില്ല, അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. ഒരു 70 ആണെന്ന് വിചാരിക്കാം. അക്യൂട്ട് ട്രയാങ്കിൾ അല്ലേ, 90യേക്കാൾ കുറവാവണമെന്നല്ലേ ഉള്ളൂ. 70. അപ്പൊ ഇത് രണ്ടും 70 പ്ലസ് 140. ബാക്കി ഇത് എത്രയായിരിക്കും? 230 ആയിരിക്കും. ഇത് 70, ഇത് 70, 140. അപ്പൊ ഇത് എത്രയായിരിക്കും? 40. സം പ്രോപ്പർട്ടി വെച്ചിട്ട് 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം അല്ലെ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇത് അക്യൂട്ട് ആണ്, അതിന്റെ ഒപ്പം തന്നെ ഐസോസിലസ് ആണ്. ദാറ്റ് മീൻസ് 3 ആംഗിളും 90യേക്കാൾ കുറവായിരിക്കും, 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അത് ആംഗിൾ മെഷർമെന്റ് അറിഞ്ഞാലാണ് ഈക്വൽ സൈഡ് ഏതാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ വെറുതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. 2 സൈഡ്സ് ഈക്വൽ അല്ലേ, ഐസോസിലസ് അല്ലേ. ഇനി അതിപ്പം 5ാമത്തെ ട്രയാങ്കിൾ ആണ് ഡ്രോയറിലുള്ളത്. ഇനി ലാസ്റ്റ് വൺ, 6th വൺ, റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഒരെണ്ണം 90 ഡിഗ്രി ആയിരിക്കും, 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും.
ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടണം, എന്നാലല്ലേ ടോട്ടൽ 180 ആവുള്ളൂ. അപ്പോ ഐസോസിലസ് ആണെങ്കിൽ ഇതിന്റെയും മെഷർമെന്റ് എത്രയായിരിക്കും? 45. എന്നാലാണ് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുക. ഇതിനകത്ത് ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാം. കാരണം നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി ഏതാണോ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ ഏറ്റവും ലെങ്ത് കൂടിയ സൈഡ്, ദാറ്റ് ഈസ് ഹൈപ്പോട്ടിനസ് അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ 3 സൈഡ്സിൽ ഏറ്റവും ലെങ്ത് കൂടിയത് ഈ സൈഡിനായിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി ഈ 2 സൈഡ്സ് ആയിരിക്കും ഈക്വൽ. ഇത്രയും 6 ട്രയാങ്കിൾസ് ആണ് നമ്മളുടെ ഡ്രോയർ 3-യിലുള്ളത്. ഇനി നിങ്ങൾ അതൊന്ന് റഫായിട്ടൊന്ന് വരച്ചോളൂ. സ്ക്രീൻഷോട്ടിനേക്കാളുമായി പ്രിഫർ നോക്കിയിട്ട് റഫായിട്ട് വരച്ച് ഓരോന്നിന്റെ പേര് എഴുതുക എന്നുള്ളത്. ഇത് 4ഉം ഇപ്പൊ കാണാൻ പറ്റുമല്ലോ, ഒന്ന് വരച്ചു വെക്കും. പിന്നെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മളുടെ ഞാനിപ്പോ 1, 2, 3 എന്നും പറഞ്ഞ് അങ്ങനെ വരച്ചിട്ടുണ്ട്, ലൈൻസ് വരച്ചിട്ടുണ്ട്. 3 സൈഡ്സും ഡിഫറെന്റ് ആണെന്ന് കാണിക്കാനാണ് ഞാൻ അങ്ങനെ വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ വരച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. നിങ്ങൾക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാലോ. സ്പേസ് ഉണ്ടോ? സൈഡിൽ സ്പേസ് ഒക്കെ വിട്ടാണോ പോയത്? ഉണ്ടാവുമല്ലോ. ലെഫ്റ്റ് സൈഡ് പോയില്ലേ? ആ സർക്കിളും കൂടെ ഒന്ന് വരയ്ക്കാനായിട്ട് ഓർക്കുവോ? വരച്ചു വെക്കുവോ? അതും കൂടെ അത് നോട്ട് ചെയ്തതിനു ശേഷം ട്രയാങ്കിളിലേക്ക് വന്നാൽ മതിയോ? സർക്കിളും സ്ക്വയറും റെക്ടാങ്കിളും. സ്കെയിൽ കിട്ടുമോ നോക്കട്ടെ. സർക്കിളിന് ഞാൻ എടുത്ത സ്കെയിൽ എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറുതിന് ഞാൻ 1 സെന്റിമീറ്റർ റേഡിയസ് ആണെന്ന് തോന്നുന്നു ചെറുതിന്റെ. ഈ പിക്ചർ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. നമ്മളുടെ ആ ഒരു പേജിൽ തികയണം. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെൻസിൽ പോലത്തെ വട്ടം സംഭവം കിട്ടില്ലേ, അതിലുണ്ടല്ലോ അങ്ങനെ കുറെ സർക്കിൾസ്, അത് വെച്ച് മാർക്ക് ചെയ്താലും മതി. ഒരുമിച്ച് വരയ്ക്കാനാണോ അതോ 6 ഡിഫറെന്റ് സർക്കിൾ ഉണ്ടെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 സർക്കിൾസ് വരച്ചു വെക്കുന്നത്. ആ ഒരു ഡ്രോയറിൽ 5 സെന്റിമീറ്റർ തുടങ്ങിയിട്ട് 10 സെന്റിമീറ്റർ വരെയുള്ള 6 സർക്കിൾസ് ഉണ്ട്. സോ അങ്ങനെ 6 സർക്കിൾ ഉണ്ടെന്ന് നമ്മളൊന്ന് ഒരു പിക്ചറൈസേഷൻ അതിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. നമ്മളുടെ മെഷർമെന്റ് ഒന്നും അതല്ല, പക്ഷെ മെഷർമെന്റ് ഡിഫർ ചെയ്യുന്നു. ഏറ്റവും വലുത് അങ്ങനെ ചെറുത് വരെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്ത് വെച്ചത്. 10 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഒക്കെ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബുക്കിന്റെ ഒരു പേജും മുഴുവനൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇത്രയും ഡയമീറ്ററിലൊക്കെ വരയ്ക്കുവാണെങ്കിൽ. ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ഈ സംഭവം മെറ്റീരിയൽസ്. സർക്കിളും സ്ക്വയർ റെക്ടാങ്കിൾ മാർക്ക് ചെയ്തെങ്കിൽ പറയണേ, നമുക്ക് ട്രയാങ്കിൾ സൈഡിലേക്ക് പോവാം. മാം ഇതിന്റെ മുമ്പത്തെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കും. ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ വന്നപ്പോ പോയത്. ഇതാണോ? അതിനകത്ത് റൈറ്റപ്സ് ആണ്. അല്ലേ മറ്റേ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല മാം, ട്രയാങ്കിൾസിന്റെ ഒക്കെ. ഉണ്ടായിരുന്നു. അത് താഴേക്കാം. ഇപ്പൊ റൈറ്റപ്പ് ആണോ? റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാവൂല്ലേ? എഴുതുമല്ല, ആ ഒരു റെക്കോർഡിൽ നിങ്ങൾ ഈ വരച്ചു വെക്കണം. ഞാൻ ഓരോ ട്രയാങ്കിൾസും എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്.
അത് കഴിഞ്ഞ് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ അത് വരയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റഫ് ആയിട്ടൊന്ന് വരയ്ക്കാൻ എല്ലാവരോടും പറഞ്ഞു. സ്ക്രീൻഷോട്ട് എടുത്താലും മതി വരയ്ക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു ട്രയാങ്കിൾസ് ഒന്ന് റഫ് ആയിട്ട് വരച്ചു വെക്കണം എന്ന് പറഞ്ഞു. സർക്കിൾ ഇതിന്റെ താഴത്തേക്ക് പോട്ടെ. ഞാൻ ഇതിന്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തു. ഇതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ അല്ല, അത് ഞാൻ എടുത്തില്ല. അപ്പോഴേക്കൊരു കോൾ വന്നു. എന്താ പറയാ, ഫ്ലാഷ് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു സ്കാൻ ചെയ്തപ്പോഴേ. ഈ താഴത്ത് ഏറ്റവും ലാസ്റ്റത്തെ മറ്റേ പെന്റഗൺ ബാക്കി പോളിഗൺസിന്റെ അങ്ങോട്ട് വരണ്ട. ഇതിപ്പോ തൽക്കാലം ട്രയാങ്കിൾ വരെ മതിയോ മാം? ട്രയാങ്കിൾ വരെ ഇപ്പൊ മതി. മറ്റത് ഞാൻ പറയുമ്പോ എടുത്താൽ മതിയല്ലോ. ഓക്കെ ഓക്കെ ശരി. ഇത് എടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കുവാണോ ആരെങ്കിലും? അല്ല അമ്മ മറ്റേതൊന്ന് കാണിക്കോ? സ്ക്വയറും റെക്ടാങ്കിളും സർക്കിളും ആണോ? സോറി കേട്ടോ, വരച്ചോണ്ടിരിക്കായിരുന്നു അല്ലേ? സോറി, ഐ ആം വെരി സോറി. ഹസ്ബൻഡിന്റെ അസുഖം മാറിയോ? ശരിയായോ? ഓക്കെ ആയോ? അപ്പൊ കുഴപ്പമില്ല, ഓഫീസിൽ പോയി തുടങ്ങി. പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ. ട്യൂസ്ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ശരിക്കും. കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തതാ, വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. ഈ ബ്ലഡ് സെൽസ് ചെറുതായിട്ട് പൊട്ടുന്നതാ. അതിന് സ്റ്റിറോയിഡ് മാത്രമേ ഉള്ളൂ മെഡിസിൻ. പക്ഷെ ആള് ഡയബറ്റിക് ആയതുകൊണ്ട് സ്റ്റിറോയിഡ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഷുഗർ ഷൂട്ടപ്പ് ആവും. ഡോക്ടർ പറഞ്ഞു പനി വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പനി വന്നിട്ട് മാറുന്നില്ല. 3 വീക്സ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഡോക്ടർ അഡ്മിറ്റ് ആവാൻ. സ്റ്റിറോയിഡ് നിർത്തിയിട്ട് 1 മാസമായി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി അഡിക്റ്റഡ് ആയി സ്റ്റിറോയിഡിന്. ബോഡി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി സ്റ്റിറോയിഡ്. അതിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ. ടെസ്റ്റുകൾ കുറെ ചെയ്തു, എല്ലാം നോർമലാണ്. നമുക്ക് പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അങ്ങനെ ഒരു പ്രശ്നം. ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണോ? അതെ അതെ, ഓട്ടോഇമ്യൂൺ ഡിസീസ്. PG ക്ലാസ്സസ് 27th സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സമയം എപ്പോഴാണ്? 8 മണി തന്നെ. അപ്പൊ നമ്മളുടെ കോമൺ നമ്മളുടെ 3 വരെയല്ലേ ഉള്ളൂ. അത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് കുറയും. അത് മെയിൽ അറിയിക്കില്ലേ? ഏതാ? മെയിലിൽ വരില്ലേ വരും 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 നോട്ടിഫിക്കേഷൻ? വന്നിട്ടുണ്ട്. പിന്നെ മാം നമ്മളെ മെറ്റീരിയൽസിന്റെ ഒക്കെ എന്തായി, എത്തിയോ? ഞാൻ ഇന്ന കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് സാറും ഒന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ ഓഫീസിലാണ്. അപ്പോ ഞങ്ങൾക്ക് മൺഡേ ആണ് ക്രിസ്മസ് സെലിബ്രേഷൻ. അന്ന് കാണുമ്പോ ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഈ അത്രയും എന്റെ കയ്യിൽ കൊണ്ടു തന്നു. നമ്മളിനി അതിനകത്ത് ജോമെട്രിക്കൽ സോളിഡ്സ് മാത്രമേ ഉള്ളൂ നമ്മളെ കാണാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഈ എഴുതുന്നത് കിട്ടിയിട്ടില്ല, മെറ്റൽ ഇൻസെക്ട്സ്. ഇത് കഴിഞ്ഞോ? അടുത്ത ആ പേജ് എടുക്കട്ടെ, ട്രയാങ്കിൾസിന്റെ. എടുത്തോ.
മോള് വന്നിട്ട് അവള് TV വെക്കണത് ഭയങ്കര ഒച്ചയിലാണെന്ന് പറയട്ടെ കേട്ടോ. ഞാൻ താഴേക്ക് കാണിക്കും. ഇവിടെ അക്യൂട്ട് ഐസോസ്ലസ് ആണ്. എല്ലാ ആംഗിൾസും 90യേക്കാൾ കുറവ്, രണ്ട് സൈഡ്സ് ഈക്വൽ. ഇത് റൈറ്റ് ആംഗിൾ, റൈറ്റ് എന്നാണ്.
കഴിഞ്ഞോ? നെക്സ്റ്റ് അപ്പൊ നമ്മള് 3 ഡ്രോയേഴ്സ് കഴിഞ്ഞു. 4th വണ്ണിലേക്ക് പോവാലോ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് പോളിഗൺസ് ആണ്. പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ആണ്. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി, ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സ്, മെനി സൈഡ്സ് ഉള്ള ഷേപ്പ്, അതാണ് പോളിഗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് സൈഡഡ് പോളിഗൺ ആണ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പം നമുക്ക് 2 സൈഡ്സ് വെച്ച് നമുക്ക് അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് 3 സൈഡ്സ് വരുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യിക്കാം. അതാണ് ഏറ്റവും ലീസ്റ്റ് സൈഡഡ് പോളിഗൺ ആണ് ട്രയാങ്കിൾ. ഡ്രോയർ 4-ല് നമുക്ക് 6 ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്, 6 ഡിഫറെന്റ് പോളിഗൺസ് ആണ്. അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് മാറുന്നതിനനുസരിച്ച് പല ടൈപ്പ് പോളിഗൺസ്. ഫസ്റ്റ് വൺ പെന്റഗൺ. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ഉണ്ടാകും. ഈ പെന്റഗൺ തന്നെ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ. റെഗുലർ ഹെക്സഗൺ എല്ലാ 6 സൈഡ്സും ഈക്വൽ. റെഗുലർ ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 7 സൈഡ്സും അങ്ങനെ. ഇപ്പൊ പെന്റഗൺ 5 സൈഡ്സ് ഉള്ളത്, ഹെക്സഗൺ 6 സൈഡ്സ്, ഹെപ്റ്റഗൺ 7 സൈഡ്സ്, ഒക്ടഗൺ 8 സൈഡ്സ്, നൊണഗൺ 9 സൈഡ്സ്, ഡെക്കഗൺ 10 സൈഡ്സ്. അങ്ങനെയുള്ള 6 ഡിഫറെന്റ് ഷേപ്സ് ആണ്, ഡിഫറെന്റ് പോളിഗൺസ് ആണ് 4th ഡ്രോയറിലുള്ളത്. അതിൽ ഞാൻ ആകെ 3 വരച്ചിട്ടുള്ളൂ, പെന്റഗണും ഹെക്സഗണും ഹെപ്റ്റഗണും. അതായത് 5 സൈഡും 6 സൈഡും 7 സൈഡും. നിങ്ങൾക്ക് 8ഉം 9ഉം 10ഉം വരയ്ക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ വരയ്ക്കാം. എനിക്ക് ആക്ച്വലി റെക്കോർഡിൽ സ്പേസ് ആവശ്യത്തിനില്ലായിരുന്നു, അങ്ങനെ അതുകൊണ്ടാണോ ഞാനത് വരയ്ക്കാത്തതെന്ന് എനിക്ക് ഇതെല്ലാം ഓർമ്മയില്ല. നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് സ്പേസ് ഒന്ന് നോക്കിയിട്ട് വരയ്ക്കുക. അല്ല ട്രയാങ്കിൾസ് ഈ 6 ടൈപ്പും വരച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്പേസ് ഇല്ല. 3 പോളിഗൺസ് വരയ്ക്കാനുള്ള ഷേപ്പേ കിട്ടിയുള്ളൂ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ. ഇത് തന്നെ റെഗുലർ എന്നുള്ള രീതി വരയ്ക്കാം, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളത് വരയ്ക്കാം. നമ്മൾ മെഷർമെന്റ് എടുക്കാതെ വരയ്ക്കുന്നതുകൊണ്ട് ഈക്വൽ സൈഡ്സിൽ വരച്ചെടുക്കുക കുറച്ച് പാടായിരിക്കും. സോ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈക്വൽ അല്ലാതെ ഡിഫറെന്റ് സൈഡ് ലെങ്ത് ഡിഫർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം. 6ഉം വരയ്ക്കണം താല്പര്യമുണ്ടെങ്കിൽ 6ഉം വരയ്ക്കാം, അല്ലെങ്കിൽ സ്പേസ് ഉള്ള പോലെ. എനിക്ക് 3 വരയ്ക്കാനുള്ള സ്പേസേ കിട്ടിയുള്ളൂ. സോ ഞാൻ അടുത്ത പേജിലൊന്നും ബാക്കി വരച്ചില്ല, കാരണം ബാക്കിയുള്ള ഇതിന്റെ പിക്ചേഴ്സ് വരയ്ക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. റെക്കോർഡ് ഇനിയും കുറെ കൂടുതലുണ്ടോ? കഴിയാറായോ റെക്കോർഡ്? ഇല്ല, നമ്മളിപ്പോ ഇത് സെൻസോറിയൽ കഴിയുമ്പോൾ നമ്മളിപ്പോ ഏകദേശം സെൻസോറിയൽ ഏരിയയുടെ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് നിങ്ങളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ലാംഗ്വേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് വരും, മാത്സിന്റെ ഏരിയ വരും. അത് പിന്നെ ഉള്ളത് വെച്ചാൽ ബയോളജി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞത് അത്രയും വേറെ ഉണ്ട്. എനിക്ക് തന്നെ ഇതിനകത്ത് പേജ് കുറച്ച് ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് ഒരു സൈഡ് പിക്ചർ ആണല്ലോ. പിന്നെ സുവോളജി ഷെൽഫിനൊക്കെ ഞാൻ റൈറ്റ് സൈഡിലും പിക്ചറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പാരഗ്രാഫ്സേ ഉള്ളൂ അതൊക്കെ. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ് എന്നുള്ള രീതിയിലത്. നമുക്ക് ഇതിന്റെ എക്സാം എപ്പോഴാ വരണം? നിങ്ങളുടെ മെയിൻ എക്സാം ആണോ? അതെ, ഡിപ്ലോമക്കാരുടെ ആദ്യം കഴിയുമായിരിക്കണം. ആ ഒരു ഡിസ്കഷനിലാണ്. കൺഫേം ആയിട്ടില്ല. ഞാനും സാറുമായിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് വേണം. അപ്പൊ എന്നോട് അതൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് അറിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഡിപ്ലോമക്കാരുടെ എക്സാമും വൈവയൊക്കെ കഴിയുന്നതിനനുസരിച്ച് തീർക്കാം. കാരണം PG ക്ലാസ്സും ഉണ്ട്, PGക്കാരുടെ പിന്നെ ചെയ്യണ്ടേ. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുവാണ്. നേരത്തെ അറിയിക്കൂല, നമുക്കത് നോക്കണ്ടേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഫസ്റ്റ് ബാച്ച് അല്ലേ, അപ്പൊ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഷെഡ്യൂൾ ചെയ്യണതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം ഇത് വർക്കല്ലേ ഇപ്പൊ? ഇത് വരച്ചോളൂ. ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും എക്സാം. ഫെബ്രുവരി തന്നെ 2 പേരിലും തീർക്കാവുന്നതാണ്. PGയുടെ ക്ലാസ് തീരുന്നതിനനുസരിച്ച് PGക്കാരുടെ ഡിപ്ലോമയുടെ അതിന് മുമ്പ് നിങ്ങൾ ബാക്കി നിങ്ങളുടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കട്ട് ഓഫ് ടൈം തന്നിട്ടേ ഡിപ്ലോമയ്ക്ക് എക്സാം വെക്കാന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ തന്നെ ആയിരിക്കില്ലേ മാം എല്ലാ എക്സാം? ഓൺലൈൻ തന്നെയായിരിക്കും, ലൈവ് ആണെന്ന് മാത്രം.
ആ ഒരു ടൈമിൽ തന്നെ ജോയിൻ ചെയ്ത് ചെയ്യണം. എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വന്ന് ചെയ്ത് അതിന് ശേഷമായിരിക്കും അല്ലെ? അതാണ് അത് ഫസ്റ്റ് ബാച്ചിന്റെ ആകുമ്പോൾ നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ കുറച്ചൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അതൊന്ന് വൺസ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയി നടന്നോളൂ. കാരണം ജനുവരി തൊട്ട് ടീച്ചിങ് ട്രെയിനിങ് പ്രാക്ടീസിന് പോകാന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും അതൊക്കെ ഈ പ്രാക്ടിക്കൽ ഏരിയ എന്നൊക്കെ മോക്ക് ടെസ്റ്റ് തരൂലേ? പ്രാക്ടിക്കൽസ് ആയതുകൊണ്ട് ഞങ്ങൾ അതിന്റെ മോക്ക് ടെസ്റ്റ് വേണോന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫുൾ നമ്മളുടെ ആക്ടിവിറ്റീസ് പ്രാക്ടിക്കലിന്ന് എക്സാമിന് വരൂലേ? വൈവ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്, മൊഡ്യൂൾ 3 ആണ്. അപ്പൊ ഓരോ മെറ്റീരിയൽസും നിങ്ങൾ അതുപോലെ അറിയണം. നമ്മള് ഈ റെക്കോർഡ് പഠിച്ചാൽ മതി. വൈവക്ക് ഈ റെക്കോർഡ് അങ്ങനെ തന്നെ പഠിക്കുകയാണോ ചെയ്യണേ? നിങ്ങളുടെ PDF ഇല്ലേ, നമ്മളുടെ ഒരു PDFിനകത്ത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിതൊരു 7 years ബാക്ക് ഉള്ളതല്ലേ, അപ്പൊ അതിലെ പോയിന്റ്സ് നമുക്ക് മാക്സിമം ആഡ് ചെയ്യാം. അതും നോക്കണം. കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരു ഇത്ര വയസ്സുള്ള ഒരു കുട്ടി അതിന് ഒരു ഏതെങ്കിലും ഇപ്പൊ പൾസസ് കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നത്, വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ടു ടേക്ക് കെയർ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഓരോന്ന് അങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മള് ഇത് പറയേണ്ടത് ആ രീതിയിലാണോ പറയേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടണേന്നാണോ പറയേണ്ടത്? നമ്മള് ഇപ്പൊ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് വർദ്ധിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ പറയണ്ടേ? അത് ചോദിച്ചാൽ എങ്ങനെ ആ ആക്ടിവിറ്റി ചെയ്യിക്കുന്ന ചോദിക്കുമ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി എങ്ങനെയാണ് ആ കുട്ടിയെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഈ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്കതറിയാം. കുറെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതും, ക്ലോത്ത് ഫോൾഡിങ്, മോപ്പിംഗ്, അങ്ങനെ തന്നെ ഡ്രസ് ചെയ്യുക, തന്നെ ബട്ടൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞോ? പോളിഗൺസ് വരച്ചു വെച്ച് കഴിഞ്ഞോ? ഞാൻ 3 വരച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം വരയ്ക്കാം. എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനത് അവിടെ വെച്ച് വിട്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് 4th ഡ്രോയർ ആണ് പറഞ്ഞത്. ഇനി 5th ഡ്രോ ഏതാന്ന് നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ഡ്രോ, ഈ ഡ്രോയറിൽ ഡിഫറെന്റ് ഷേപ്സ് ആണുള്ളത്. പല ഷേപ്പിലുള്ളത് ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? പണ്ടത്തെ ഇങ്ങനെ ഓടിട്ട വീടുകളുടെ ഒരു ഷേപ്പില്ലേ രണ്ട് സൈഡിലേക്ക്, ആ ട്രപ്പീസിയത്തിന്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്. പിന്നെ ചില ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ സ്ട്രെയിറ്റ്, അതാണ് ഇവിടെ പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം. അങ്ങനെ വരും. ട്രപ്പീസിയത്തിന്റെ ഷേപ്പ് കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പഴയ ടൈപ്പ് ഓലമേഞ്ഞ വീട്, ഓടിട്ട വീടുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡ്സ് മുകളിലും താഴെയും പാരലല് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ആ രീതിയിൽ വരുന്നത്. പിന്നെ റോംബസ്. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ എന്താണെന്നറിയാം, 4 സൈഡ്സും ഈക്വൽ. നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കാർട്ടണിനെ നമ്മളൊന്ന് ചളുക്കുമ്പോഴേക്കും അതൊന്ന് സ്ലാൻഡിങ് ആയിട്ട് പോവില്ലേ, ആ ഷേപ്പാണ് റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഷെവ്രോൺ. ഷെവ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെവ്രോണിന് 4 സൈഡ്സ് ഉണ്ട്, പക്ഷെ അതൊരു ഇംപ്രോപ്പർ വെയിലാണ്. അതിന്റെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ആ രീതിയിൽ വരുന്നതാണ് ഷെവ്രോൺ.
പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കിളിനെ പോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സാധനത്തിനെ നമ്മളൊന്നിങ്ങനെ ചളുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് തെന്നി നീങ്ങില്ലേ, ആ ഒരു ഷേപ്പാണ് പാരലോഗ്രാമിന്. അത് റെക്ടാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഒന്ന് ഡിഫോർമേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പാരലോഗ്രാം. സ്ക്വയറിന്റെ ഒരു ഡിഫോർമേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് റോംബസ് എന്ന് പറയുന്നത്. പിന്നെ ഐസോസ്ലസ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐസോസ്ലസ് നമുക്കറിയാം 2 sides ഈക്വൽ. ട്രപ്പീസിയം തന്നെയാണ്, പക്ഷെ അതിന്റെ 2 sides ഈക്വൽ ആയിരിക്കും. ഇനി അതിന്റെ പിക്ചേഴ്സ് ഞാനൊന്ന് കാണിക്കാം. ഫസ്റ്റ് വൺ റോംബസ്. റോംബസിന്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ സ്ക്വയറിന്റെ പോലെ തന്നെ ഫീച്ചേഴ്സ് ആണ്. സൈഡ്സ് നോക്കുമ്പോൾ റോംബസിന് 4 സൈഡ്സും ഈക്വൽ ആണ്. സ്ക്വയറിന്റെ 4 ആംഗിളും ഈക്വൽ ആണ് 90 ഡിഗ്രി. പക്ഷെ റോംബസിന് അങ്ങനെ ആയിരിക്കില്ല, കാരണം ഇത് ചെരിഞ്ഞു നിൽക്കുവാണല്ലോ. പാരലോഗ്രാം ഓപ്പോസിറ്റ് 2 sides ഈക്വൽ. റെക്ടാങ്കിളിന്റെ പോലെ തന്നെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു കാർട്ടനെ പിടിച്ച് ചളുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് ഷെവ്രോൺ. ഒരു ബേർഡ് പോലെയോ എന്തൊക്കെയോ പോലെ അങ്ങനെ തോന്നുന്നു നമുക്ക് ഷെവ്രോൺ. ഒരു ഫ്ലൈയിങ് ബേർഡ് അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ നീഡിൽ പോലെയൊക്കെയാണ് ഈ ഷെവ്രോൺ എന്നുള്ള ഷേപ്പ് ഇരിക്കുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 sides ഉണ്ട്, പക്ഷെ അതൊരു ഇംപ്രോപ്പർ വേയിലാണ് ആ സൈഡ്സ്. നമ്മുടെ റെക്ടാങ്കിൾ പോലെയോ സ്ക്വയർ പോലെയോ അങ്ങനെയുള്ള രീതിയിലല്ല, ഇങ്ങനെ ഒരു രീതിയിലാണ് ഷെവ്രോണിന്റെ ഷേപ്പ് വരുന്നത്. ട്രപ്പീസിയമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2 sides ഇങ്ങനെ പാരലൽ വരും, ഈ സൈഡ്സ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട്. ചിലപ്പോൾ റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം ആവുമ്പോൾ ഈ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരു സൈഡ് നേരെ 90 ഡിഗ്രിയിൽ വരും. ഈ 2 sides പാരലായിട്ട് തന്നെ വരും. അതാണ് റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം. അടുത്ത ഡ്രോയറിലുള്ളതാണ് ഈ താഴെയുള്ളത്. അപ്പൊ നിങ്ങളിത് 2 minutes എടുത്തതൊന്ന് റഫായിട്ട് വരയ്ക്കാൻ പറ്റുമോ? 9 മണി. റോംബസ്, പാരലോഗ്രാം, ഷെവ്രോൺ, ട്രപ്പീസിയം, റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം. പിന്നെ നമ്മൾ അതിനകത്ത് ഒന്നുകൂടെ പറഞ്ഞിരുന്നു ഐസോസ്ലസ് ട്രപ്പീസിയം അല്ലെ. ഐസോസ്ലസ് ട്രപ്പീസിയം ഞാൻ വരച്ചിട്ടില്ല, നിങ്ങൾ ഇത് തന്നെ വരയ്ക്കുക. ഈ 2 sides ഈക്വൽ ആയിട്ട് വരയ്ക്കുക. എ ബിയും സി ഡിയും ഇതിപ്പോ ഏകദേശം ഐസോസ്ലസ് ട്രപ്പീസിയം പോലെ തന്നെയാണ്. ഈ 2 sides കണ്ടാൽ ഈക്വൽ ആയിട്ട് തോന്നും. ഇത് റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം തന്നെയാട്ടോ, അല്ല ഐസോസ്ലസ് ട്രപ്പീസിയം കേട്ടോ. നമുക്ക് ഐസോസ്ലസ് ട്രപ്പീസിയം, റൈറ്റ് ആംഗിൾ ട്രപ്പീസിയം, ഷെവ്രോൺ, പാരലോഗ്രാം, റോംബസ് 5 ഷേപ്സ് ആണ്. ഇവിടെ ഐസോസ്ലസ് ട്രപ്പീസിനും കൂടെ ചേർത്ത് കേട്ടോ. 2 sides ഈക്വൽ.
മാം ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചെയ്യാലോ. 5 ഷേപ്സ് ആണ് ഈ ഡ്രോയറിലുള്ളത്. ഇതുവരെ നമ്മൾ 4 വരെ പറഞ്ഞിട്ട് 6 ഷേപ്സ് ആയിരുന്നു. ഇതില് 5 അല്ലായിരുന്നു. 5 6ലും 5 തന്നെയാണുള്ളത്. അടുത്ത ഡ്രോയറിലും 5 ഷേപ്സ് ആണ് വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ് നോട്ടിഫിക്കേഷൻ വന്നോ? ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. യെസ് മാം 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 27-ാം തീയതി PG യുടെ ക്ലാസ് ആണ്. നമ്മുടെ ഈ ക്ലാസ് അല്ല. ഡിപ്ലോമ ക്ലാസ് ഇല്ലേ ഇപ്പൊ? ഏതാ? PGയുടെ ക്ലാസ്സോ ഡിപ്ലോമന്റെ ഇല്ലേ ഇപ്പൊ? കഴിഞ്ഞോ? മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ PG. നമുക്ക് ഓൾമോസ്റ്റ് കഴിയാറായല്ലോ ഡിപ്ലോമയുടെ ക്ലാസ്സസ്. ലാസ്റ്റ് മോഡ്യൂൾ ആണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് അവേഴ്സ് കുറച്ച് മതി. സോ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വരും. അപ്പൊ അതിന്റെ അത് ഇടുവോ? ക്ലാസ് റൂം ഇടുവോ? ഇടുവോ? വിടും. 8 മണിക്ക് തന്നെയാണ് PG ചെയ്യുന്നത്. രാത്രി തന്നെയാണ്. അത് വ്യാഴം വെള്ളി ശനി. ഇത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഡിപ്ലോമ ക്ലാസ്സസ്. അത് മതി ഇനി, കാരണം ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആവാറായിട്ടുണ്ട്. മാം അപ്പൊ ഇംഗ്ലീഷിന്റെ ക്ലാസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? അതാണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് അല്ലായിരുന്നോ? വെനസ്ഡേ ഉണ്ടാവാറ്. അത് വെനസ്ഡേ വരും. മൺഡേ ട്യൂസ്ഡേ ഞാനും അശ്വതി മിസ്സും വരും. അപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം.